പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുതലാളിമാർ സ്വർഗത്തിൽ പോകുമോ എന്ന തലക്കെട്ടാണ്. മുതലാളിമാർക്ക് ഇഷ്ടപ്പെടുകയില്ലായിരിക്കും. അവർ പറഞ്ഞേക്കാൻ ഞങ്ങളാണ് കരിശ്വാനെയും മറ്റ് സ്ഥാപനങ്ങളെയും പള്ളിയൊക്കെ സഹായിക്കുന്നത്, ഞങ്ങളെപ്പറ്റി കുറ്റം പറയരുതേ എന്ന്. എങ്കിലും അത് ഒരു കരിസ്മാറ്റിക് എന്ന നിലയിലും മാത്രമല്ല, അവസാന കാലം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് അതിന്റെ അടയാളങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ആവർത്തിച്ചു പറയുകയാണ്. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 19-ാം അധ്യായത്തിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ കണ്ണോടിക്കേണ്ടത് ധനത്തെപ്പറ്റി കർത്താവ് എപ്രകാരം ആണ് പറയുന്നത്, എങ്ങനെ അത് ഉപയോഗിക്കണം എന്നൊക്കെ. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 19-ാം അധ്യായത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു ധനവാനായ ചെറുപ്പക്കാരൻ വന്ന് നിത്യജീവനിൽ പോകാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. പ്രമാണങ്ങൾ പാലിക്കാൻ കർത്താവ് പറഞ്ഞു. കുഞ്ഞുനാൾ മുതൽ എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുംസാരിക്കുന്നുണ്ട്, കുർബാന കൈക്കൊള്ളുന്നുണ്ട്, അപ്പൊ ആ പള്ളി പാട്ട് പാടുന്നുണ്ടായിരിക്കാം, ധ്യാനം നടത്തുന്നുണ്ടായിരിക്കാം, എല്ലാം ചെയ്ത് നല്ല പയ്യനാണ്. അതിനാ ഒത്തിരി പണം ഉണ്ടായിരുന്നവന്. അത് ഈശോ കണ്ടു, ഈശോയ്ക്ക് അറിയാമായിരുന്നു. അപ്പൊ ഈശോയോട് അവൻ ചോദിച്ചു, പരിപൂർണനാകാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പൂർണ്ണനായാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്ന മത്തായിയുടെ സുവിശേഷം അധ്യായം 5:48 അവൻ അറിയാമായിരുന്നിരിക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിന്റെ സ്വത്ത് വിറ്റ് പാവങ്ങൾക്ക് കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടായിട്ട് എന്റെ പിന്നാലെ വരിക. 3 കാര്യം പറഞ്ഞു. നിന്റെ സ്വത്ത് വിൽക്കണം. നിനക്ക് മിച്ചമുള്ളൂ വിൽക്കാനോ കൊടുക്കാനോ അല്ല പറഞ്ഞത്, നിന്റെ സ്വത്ത്, നീ ഉപയോഗിക്കുന്ന സ്വത്ത് ഇല്ലാതാക്കണം. അത് കൊടുക്കണം. ആർക്ക്? പാവങ്ങൾക്ക്. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് തീരും. എന്നിട്ട് വരണം. ഹല്ലേലൂയ. അവന് അത് കേട്ടപ്പോൾ സങ്കടം വന്നു. ഒത്തിരി സ്വത്തുണ്ടായിരുന്നു അവന്. ഈശോ അവൻ നോക്കി, ഈശോയ്ക്ക് അല്പം സങ്കടം തോന്നിക്കാണും. അപ്പോൾ ഈശോ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ധനവാൻ സ്വർഗത്തിൽ പോകുന്നത് വളരെ പ്രയാസമാണ്. ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്ന പോലെ എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ സൂചിക്കുഴ വലുതാകണം, അല്ലെങ്കിൽ ഒട്ടകം ചെറുതാകണം. ഇതിന്റെ പല ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നുണ്ട്, കർത്താവ് വലിയ സൂചിയെപ്പറ്റിയാണ് പറഞ്ഞത്, സാധാരണ സൂചിയെപ്പറ്റി അല്ലെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഇല്ല, സൂചിയാണ്, അതിന്റെ കുഴ ചെറുതാണ്, അത് വലുതാക്കാൻ പറ്റിയല്ല. അപ്പോൾ സൂചി അല്ല. ഈശോ യഥാർത്ഥ സൂചി, തുന്നുന്ന സൂചി തന്നെയാണ് ഉദ്ദേശിച്ചത്. അതെ, ഇവിടെ ഒന്നെങ്കിൽ ഒട്ടകം ചെറുതാകണം, അല്ലെങ്കിൽ അത് വലുതാകണം സൂചിയുടെ സുഷിരം. സൂചിയുടെ സുഷിരം വലുതാകത്തില്ല, അത് സൂചിയുടെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഒട്ടകങ്ങൾ ചുരുങ്ങണം എന്ന് ചുരുക്കം. പ്രിയപ്പെട്ടവരെ, അത് ഇന്ന് നമുക്കറിയാം, ധനവാന്മാരുടെ എണ്ണം ഓരോ ദിവസവും കാര്യം ലോകം മുഴുവനും പഞ്ഞവും പട്ടിണിയും ഉണ്ടെങ്കിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. അതെ, കണക്കും പ്രകാരം 2000 കോടീശ്വരന്മാരാണ് ഓരോ ദിവസവും ഈ ഭൂമിയിൽ പിറക്കുന്നത്, ഉണ്ടാകുന്നത്. അവരെപ്പറ്റി യാക്കോബ് പറയുന്ന വേദനിപ്പിക്കുന്ന വാക്കുണ്ട്. ഞാൻ കർത്താവിന്റെ വചന പറയുന്നത്, എന്റേതല്ല. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴു അരിച്ചുപോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരെ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതിരുന്ന് പിടിച്ചുവെച്ച കൂലിയിലാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരൻ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കണ്ണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരാജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ പണം കൊണ്ടൊക്കെ ധനവാൻ ആരെക്കൊണ്ട്, ആരുടെ വിയർപ്പ് കൊണ്ട് ആ പാവങ്ങളുടെ പറമ്പിൽ പണിതതും
അതിലെ കമ്പനി പണിതും എല്ലാം പാവങ്ങള്. ഇന്നിപ്പം നാട്ടുകാർക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടതുകൊണ്ട് വിദേശത്തു നിന്നുള്ളവരെ വടക്കേന്ത്യയിൽ നിന്നുള്ള പാവങ്ങളെ വരുത്തി അവർക്ക് തുച്ഛമായ കൂലി കൊടുത്തിട്ട് ധനവാനാകുക. ലോകം മുഴുവൻ കാണുന്ന ഒരു പ്രതിഭാസമാണിത്. കൂലിക്കാർക്ക് വേണ്ട കൊടുക്കുന്നു പോലുമില്ല. ലിയോ 13 മാർപ്പാപ്പയുടെ ചാക്രികത്തിൽ പറയുന്നുണ്ട്, കുടുംബ വേതനം കൊടുക്കണം. എത്ര പേര് കൊടുക്കുന്നുണ്ട്? അച്ഛന്മാരും കന്യാസികളും പോലും കൊടുക്കുന്നില്ല. എവിടെയും അനീതി കാണാൻ സാധിക്കും. അനീതിയിലൂടെ പണമുണ്ടാക്കുന്നതും കാണാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം ആണ് ഇത്. പറയാണ്, കൊലയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നു ഈ പണമെല്ലാം. ഇവിടെ സുഖലോലുപരാട്ടി ജീവിച്ചുവെന്ന് ധനവാന്റെ ലാസറിന്റെയും ഉപമ നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അതായത് 16-ാം അധ്യായം ലൂക്കിൽ നമുക്കറിയാം, ധനവാൻ സുഖമായിട്ട് മേശയിൽ പന്നിയിറച്ചിയും കോഴിയിറച്ചിയും എന്നും മൃഷ്ടാന്ന ഭോജനം കഴിച്ചു കൂട്ടുകാരും മൊത്തം മദ്യപിച്ചിരിക്കുകയായിരുന്നു. പടിക്കൽ ലാസർ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവൻ, ശരീരം മുഴുവനും കുഷ്ഠവും ഉണ്ടായിരുന്നു. പട്ടി വന്ന് നക്കുമായിരുന്നു. ആ എച്ചിലെങ്കിലും കിട്ടുമോ എന്ന് നോക്കി ഇരിക്കുവാൻ ഋഷി എച്ചിൽ വീഴുന്നൊക്കെ പിറക്കി തിന്നതാണ്. ഇനിയും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ മനോഹരമായൊരു ഭാഗം. അത് ആ ലൂക്കാ എഴുതിയ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് കർത്താവ് എഴുതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഓർക്കണം. അതായത് ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. ലാസറും മരിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവനെ അടക്കിയ കാര്യം അന്നും പറഞ്ഞിട്ടേ ഇല്ല. ഒരു ശേല് അവനെ ആരും അടക്കാനില്ലായിരുന്നു. അവനെ പട്ടി തിന്നു കാണും അവന്റെ മാംസം. ധനവാന്റെ ശവസംസ്കാരം ക്ഷേമം, ആനക്കൊമ്പുകൊണ്ടുള്ള ഒന്നാന്തരം പെട്ടി, പിന്നെ വലിയ കല്ലറ. അവിടെ എല്ലാം സ്വർണ്ണ ലിപികളിൽ എഴുതി കാണും പേരും പെരുമയെല്ലാം, വീട്ടുപേരും എല്ലാം, മക്കളുടെ പേരും, ഉണ്ടായിരുന്ന ഡിഗ്രി എല്ലാം എഴുതിയിട്ടുണ്ട്. ഭയങ്കര ശവസംസ്കാരം. അതിനേറ്റം കർദിനാളും മേജർ ആർച്ച് ബിഷപ്പും അച്ഛന്മാര് കൊട്ടക്കണക്കിന് വന്നു. ഭയങ്കര ശവസംസ്കാരം മോടിയായിട്ട് നടന്നു. പറയാണ് അതിനുശേഷം നിത്യതയിൽ എന്ത് സംഭവിച്ചുവെന്ന്. ധനവാൻ നരകത്തിൽ പോയി തീക്കാത്ത്, ലാസറോ കർത്താവിന്റെ മടിയിൽ, അബ്രഹത്തിന്റെ മടിയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ തീ കാത്ത് കിടന്നുകൊണ്ട് പറഞ്ഞത് കാരണം ഞാനിവിടെ തീ ജ്വാലയിൽ യാതന അനുഭവിക്കുന്നു. ഇന്ന് ചില ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ഇതൊക്കെ ചുമ്മാതെ സിംബോളിക്കലായിട്ട് പറയുന്നതാണ്. അങ്ങ് നരകമൊന്നും ഇല്ല കേട്ടോ. നരകം കണ്ടവനാ ഞാൻ. ഹല്ലേലൂയ. ഈ ശ്രുതികരൊക്കെ ചുമ്മാ ഇങ്ങനെ മനസ്സിൽ ചെയ്യുന്ന ചിന്തകളാണ് എന്ന്. ഇതല്ല, ഈ മൂന്നും സ്വർഗവും നരകവും അതെല്ലാം സ്ഥലങ്ങളാണ് പ്രിയമക്കളെ. ഇത് ഞാൻ പല പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോലെ സ്ഥലമല്ല, ഇവിടുത്തെ പോലുള്ള വായുവോ ഈ പോലുള്ള മണ്ണൊന്നും അല്ല, ആകർഷണ ശക്തിയൊന്നുമില്ല. വേറെ ഒരു തലമാണ് അത്. സ്ഥലം തന്നെ തീയാണ്, ചൂടാണ്. പറയാണ് തീജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. എന്നിട്ട് എബ്രഹാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. അത് നേരെ ഉൾട്ട സംഭവിച്ചു. ഹല്ലേലൂയ. ഹിന്ദി പറയും ഉൾട്ട. ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞു, അവിടെ നേരെ തിരിച്ച്. ഇവിടെ കഷ്ടതകൾ സഹിച്ചു ലാസർ, അവിടെ തിരിച്ച അനുഭവം. അതുകൊണ്ടാണല്ലോ നമ്മൾ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായത്തിൽ കർത്താവ് സുവിശേഷ ഭാഗ്യങ്ങളെ പറ്റി പറയുന്ന ഭാഗം, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്തായി ആത്മാവിൽ ദരിദ്രരെ എന്ന് പറയുമ്പോൾ ലൂക്കാ സുവിശേഷകൻ അദ്ദേഹം പാവങ്ങളോട് കരുണയുള്ളവനായിരുന്നു പറയുന്നത്. പാവങ്ങളെ, പാവപ്പെട്ടവരെ നിങ്ങൾക്ക് സ്വർഗരാജ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറക്കരുത് പ്രിയമുള്ളവർ. ഞാൻ പറയാൻ കാരണം അവിടെ പറയാണ് 24 മുതൽ വചനങ്ങൾ, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ചു കരയും. ഹല്ലേലൂയ. ദുരിതങ്ങളെപ്പറ്റി പറയുകയാണ്. ശാപങ്ങൾ എന്ന് പറയും വേറെ ഭാഷയെ പറഞ്ഞാൽ. ഇവിടെ തിന്നും കുടിച്ചും
മധുരോത്സവം എല്ലാം നടത്തിക്കഴിഞ്ഞ എത്രയോ പേരുണ്ട്. മുതൽ കൂടിയോണ്ട് മക്കൾ പോലും അപ്രകാരമായി പോയി. പഠിത്തവുമില്ല, പള്ളിയിൽ പോക്കുമില്ല, വിശ്വാസം പോയി. എനിക്ക് വളരെ അറിയാം. പണക്കാരുടെ മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ, എന്നിട്ട് ദൈവവും ഇല്ലാതായിപ്പോയി. ഇപ്പം തള്ളമാര്, അമ്മമാര് കണ്ണീരൊടുക്കുകയാണ് മക്കളുടെ മാനസാന്തരത്തിന്. അപ്പനൊന്നുമില്ല, അപ്പനും ഇവിടെ കുടിച്ചു മുടിഞ്ഞ് കിടക്കുകയാണ്. ഇതൊക്കെ കേരളത്തിലെ സംഭവങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമ്പത്ത് അത് വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഭാഗം ഒരിക്കലും മറന്നു പോകരുത്, വിസ്മരിച്ചു പോകരുത്. നമ്മൾ നോക്കണം, നമ്മൾ മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ മർക്കോസ് അധികം എഴുതിയിട്ടില്ലെങ്കിലും ചുരുക്കമായിട്ട് എഴുതിയ നല്ല നല്ല ഉപദേശത്തിന്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും. 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 41 മുതൽ വചനങ്ങൾ ആണ്. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് കണ്ടു. നേർച്ചപ്പെട്ടി അടുത്ത് പോയിരുന്ന കർത്താവ്, നമ്മൾ നേർച്ചപ്പെട്ടി അടുത്തും കർത്താവ് നോക്കും കേട്ടോ. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. 5000-ന്റെയും 10,000-ന്റെയും 1,00,000-ന്റെയും ഒക്കെ നോട്ടുകൾ കൊണ്ട് നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് തുട്ടുകൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്ന എല്ലാം തന്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ചിന്തിക്കണേ, നമുക്കതിന് വലിയ കമ്പനിയൊക്കെ നടത്തുന്നവരുണ്ട്, കോടികൾ സമ്പാദിക്കുന്നവരുണ്ട്. കുറച്ചെല്ലാം പാവങ്ങൾക്കും ചാരിറ്റിക്കൊക്കെ മാറ്റിവെക്കുക ഒരു നിയമമാണ് ഗവൺമെന്റ്. 10%, 5% കൊടുക്കാൻ. അതൊരു പക്ഷെങ്കിൽ പള്ളിക്ക് കൊടുക്കും, പള്ളി പണിയാൻ കൊടുക്കും, അല്ലെങ്കിൽ കൺവെൻഷൻ നടത്താൻ കൊടുക്കും, പ്രാർത്ഥനാലയങ്ങൾക്ക് കൊടുക്കും. അത് തമ്പുരാൻ ഗൗനിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കുള്ളതിൽ നിന്ന് കൊടുക്കണം. ആ ധനവാനായ യുവാവിനോട് പറഞ്ഞത്, നിനക്കുള്ളത് വിൽക്കണം, ഒരു വിൽപ്പന നടക്കണം, നിന്റെ സുഖം വിൽക്കണം, നിന്റെ സുഖലോലുപത വിൽക്കണം, മദ്യപാനം വിൽക്കണം, നിന്റെ ഇവിടെയുള്ള ആസ്വദിച്ച എല്ലാവിധ ആനന്ദങ്ങളും ആസ്വദിച്ചുള്ള ജീവിതം വിൽക്കണം. എങ്കിലേ കർത്താവ് ഗൗനിക്കൂ. ഈ പാവപ്പെട്ട വിധവ ഒരു ഷോക്ക് കിട്ടുന്ന പെൻഷന്റെ ഒരു ഭാഗമായിരിക്കാം കൊടുക്കുന്നത്. ഞാൻ ഓർക്കുക, എനിക്ക് അച്ഛനാകാനായിട്ടുള്ള സെമിനാറിലെ പഠനത്തിന് മുഴുവൻ പൈസ തന്ന ജർമ്മനിയിലെ ഭർത്താവ് 2-ാം ലോക മഹായുദ്ധത്തിൽ മരിച്ചുപോയ ഒരു വിധവ തന്റെ പെൻഷന്റെ ഒരു ഭാഗം അയച്ചു എന്നാണ് ഞാൻ അച്ഛനായത്. അങ്ങനെ പാവങ്ങൾ തനിക്ക് ആ വിധവയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് ഗവൺമെന്റ് കൊടുത്ത അതിന്റെ വേതനത്തിന്റെ അഥവാ കൊടുത്ത ആ പാരിതോഷികത്തിന്റെ പെൻഷന്റെ ഒരു ഭാഗം. പ്രിയമുള്ള, അങ്ങനെ കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? തന്റെ ജീവിതത്തെ ചുവട്ടിച്ചുരുക്കിക്കൊണ്ട്. അതാണ് പാവങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത്. അല്ല, ലക്ഷങ്ങളും കോടികളും കൈകാര്യം ചെയ്യുന്നവര് അതിന്റെ ഒരു ഭാഗം പള്ളി പണിയാനായിട്ട് കൊടുത്തു, അല്ലെങ്കിൽ കൺവെൻഷൻ നടത്താൻ കൊടുത്തു, അച്ഛനെ സഹായിച്ചു, മിഷനെ സഹായിച്ചു. അത് കർത്താവ് രേഖപ്പെടുത്തുമോ ബുക്കിൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് നോക്കുന്നുണ്ട്. പുള്ളി നിറച്ചപ്പെട്ടു അടുത്തിരിപ്പുണ്ട്. ഈ ഇടുന്ന കള്ളങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ നോക്കുന്നവനാണ്. 10,000 സൂര്യനേക്കാൾ തെളിച്ചമുള്ള കണ്ണുകൾ കൊണ്ടാണ് നോക്കുന്നത്. ഇവിടെയാണ് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 17-ാം വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കണം. എന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. നീ ധനികനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് പറയുന്നത്. അഗ്നിശുദ്ധി വരുത്തിയ വിശുദ്ധിയുള്ള എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തെ വെട്ടിച്ചുരുക്കി ഒരു നേരം നിന്ന്, അല്ലെങ്കിൽ വലിയ പാർട്ടിക്ക് പോക്ക് വേണ്ടാന്ന് വെച്ച് മൃഷ്ടാന്ന ഭോജനം നിർത്തി കൂട്ടുകാർ കൂടി റിസോർട്ടിൽ പോയി നല്ലൊരു ശാപ്പാട് കഴിക്കുന്ന വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ വിദേശത്തോ സ്വദേശത്തോ അവിടേക്ക് പോയി വാരിക്കോരി പണം ചെലവാക്കുന്ന വേണ്ടാന്ന് വെക്കുക എന്ന് പറഞ്ഞ ആഡംബരങ്ങൾ വെട്ടിക്കുറയ്ക്കുക. അതാണ് കഴുകിക്കളഞ്ഞ കറകളഞ്ഞ സ്വർണം എന്ന് പറയുന്നത്. അതായിരിക്കട്ടെ പാവങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. നമുക്കറിയാം, മരിച്ചു വരുമ്പോൾ എത്ര തവണ കാരിശ്വാനിത്യാനിപ്പിച്ചു ചാനം കൂടി
എത്ര തവണ ഭാഷാവർത്തി പ്രാർത്ഥിച്ചെന്നല്ല കർത്താവ് ചോദിക്കുന്നത്. ഉപവിപ്രവൃത്തിയുടെ ഒരു ലിസ്റ്റാണ് പുള്ളി എടുക്കുന്നത്. എനിക്ക് വിശന്നു, തിന്നാൻ തന്നു, ദാഹിച്ചു, കുടിക്കാൻ തന്നു, വീടില്ലായിരുന്നു, വീട് വെച്ച് തന്നു. ഇതൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്. എത്രയോ പേർ പ്രകാരം ചെയ്യുന്നുണ്ട്. അതുവഴിയായിട്ട് സ്വർഗത്തിൽ സംബന്ധം ഉണ്ടാക്കുന്ന പലരും എനിക്കറിയാം. ഞാൻ വഴിയായിട്ട് തന്നെ പലർക്കും പാവപ്പെട്ട വീടുകൾ വെച്ചു കൊടുത്ത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എത്രയോ പാവപ്പെട്ട വൈദിക വിദ്യാർത്ഥികളെ സഹായിച്ച് അച്ഛനാക്കുന്നു. ഇതൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ചോദിക്കും, ഈ ഉപവിപ്രവർത്തികൾ എനിക്ക് തിന്നാൻ തന്നോ, കുടിക്കാൻ തന്നോ, വീട് വെച്ച് തന്നോ, ആശുപത്രി ചെലവ് തന്നോ? അപ്പോൾ കർത്താവിനോട് ചോദിക്കും, എപ്പോഴാ വന്നെന്ന്. അപ്പോൾ പറയും, നീ പാവങ്ങൾക്ക് കൊടുക്കാതിരുന്നപ്പോൾ എനിക്കാ തരാതിരുന്നത്, കൊടുത്തപ്പോൾ എനിക്കാ തന്നത്. എനിക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ 25-ാം അധ്യായം 40-ാം വചനം. ഇത് ഹൃദയത്തിൽ സംഗ്രഹിക്കൂ മക്കളെ. അത് നമ്മുടെ സ്വത്ത് അത് എന്തേലും ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. കുടിക്കാനായിട്ടും പുകവലിക്കാനും അതെങ്കിൽ മറ്റ് ലഹരി എടുക്കാനും വലിയ വലിയ ബ്രഹ്മാണ്ഡ വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടല്ല എത്ര ബ്രഹ്മാണ്ഡ വീടുകൾ നമ്മുടെ നാട്ടിൽ ശൂന്യമായി കിടക്കുന്നു. എന്നാലും അമേരിക്കൻ പണം അല്ലെങ്കിൽ വിദേശ പണം കൊണ്ട് ഒരു മകനേ ഉള്ളായിരിക്കാം, 2 മക്കളും ഉള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് 8ഉം 10ഉം അത് മുറികളുള്ള 2ഉം 3ഉം നിലയുള്ള കെട്ടിടമൊക്കെ വയസ്സനായ 600 പണിതുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ചെറുപ്പക്കാരെ, വലിയവരെ, ഇതൊക്കെ നിങ്ങൾ കുടുംബസമേതം ഒന്നിച്ചിരുന്ന് അത് ചിന്തിക്കണം. ഇതുപോലെ ഭവനം അത് വേണ്ട, ഒരു 10 ലക്ഷത്തിന്റെ ഒരു 15 ലക്ഷത്തിന്റെ ഒരു വീട് വെച്ച് കൊടുത്താലോ എന്ന് അത് മിച്ചം കൊണ്ടുണ്ടാക്കുന്നതല്ല. പിന്നെ നിങ്ങൾ വേണ്ട 10 മുറിക്ക് പകരം 9 മുറി മതിയെന്ന് വെക്കുക. സിറ്റ് ഔട്ടിന് പകരം ഒരു ചെറിയ സിറ്റ് ഔട്ട് മതിയെന്ന് വെക്കുക. സ്വിമ്മിംഗ് പൂൾ വേണ്ടാന്ന് വെക്കുക. ആറ്റിപ്പോയി കുളിച്ചോളാം, അല്ലെങ്കിൽ പൈപ്പിൽ കൂടെ വെള്ളം അങ്ങനെയൊക്കെയുള്ള വെട്ടിച്ചുരുക്കൽ നടത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് ഓർക്കണമേ. ഇവിടെ നമ്മൾ സുഖിക്കും. നിത്യജീവിതം ഉണ്ട്. നിത്യത കണ്ടവനാണ് ഞാൻ. എന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു കാണും. ഇപ്പോഴും കാണുന്നുണ്ട് ഞാൻ. സ്വർഗവും നരകവും ശുദ്ധീയ സ്ഥലവും എല്ലാം. ഇതൊക്കെ ദൈവശാസ്ത്രജ്ഞന്മാരും ചില അച്ഛന്മാരൊക്കെ ചുമ തോന്നലാണ്, ബുദ്ധിയിലാണ് എന്ന് പറഞ്ഞേക്കാം. എല്ലാ സ്ഥലം തന്നെയാണ്. നമ്മുടെ മരണശേഷം വിധിയുണ്ട്. ആ ജീവന്റെ പുസ്തകത്തിൽ നമ്മൾ ചെയ്ത സൽപ്രവൃത്തികൾ രേഖപ്പെടുത്തും. അതിനനുസരിച്ചായിരിക്കും നമുക്ക് സമ്മാനമോ അല്ലെങ്കിൽ ശിക്ഷയോ ലഭിക്കാൻ പോകുന്നത്. അത് വളരെ മനോഹരമായിട്ട് കർത്താവ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ധനവാന്മാരോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സ്വർഗത്തെ നിക്ഷേപം ഉണ്ടാക്കുക. വെറും കൈയോടെ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ തിരുവനന്തപുരത്ത് ചെഷെയർ ഹോം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയി അച്ഛന്മാർക്ക്. തിരുവനന്തപുരം അതിരൂപതയിലാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു വിഷയം എനിക്ക് തോന്നുന്നത് 1978-79 എനിക്ക് എന്റെ ചേട്ടൻ വിവാഹം കഴിച്ച വർഷം. അദ്ദേഹത്തോട് ചോദിച്ചാൽ എനിക്ക് കൃത്യം അറിയത്തുള്ളൂ. കാരണം കല്യാണം കഴിഞ്ഞ് 2 പേരും എന്നെ കാണാൻ വന്നിരുന്നു. പ്രിയമുള്ളവർ, ഞാനിത് പറയാൻ കാരണം ആ ചെഷെയർ ഹോം, ചെഷെയറാണ് ആറ്റം, അതായത് അണുക്കൾ വിഭജിക്കാൻ ഇടയാക്കി കണ്ടുപിടുത്തം ഉണ്ടാക്കിയത്. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. അതുവഴിയാണ് അണുബോംബുണ്ടായത്. അണുബോംബിട്ടാണല്ലോ നമുക്കറിയാം ജപ്പാനില് കോടിക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചത്. ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ സങ്കടപ്പെട്ട് അനുദപിച്ച് താനുണ്ടാക്കിയ കോടികൾ മുഴുവൻ പാവങ്ങൾക്കായി മാറ്റിവെച്ചു. ലോകം മുഴുവനും ചെഷെയർ ഹൌസസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുണ്ടാക്കിയ പണം കൊണ്ട് നിശ്ചയമായിട്ടും നമ്മൾ അനുദപിച്ച് പാവങ്ങൾക്കായി കൊടുക്കണം. പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ കർത്താവിനാണ് കൊടുത്തത്. കർത്താവിന് മുമ്പിൽ നമ്മൾ വലിയവരായി തീരുകയാണ് തരുന്നത്. നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കട്ടെ, കർത്താവ് പറഞ്ഞ ആ വാക്ക്, പാവങ്ങളിൽ സ്വർഗരാജ്യം ഞങ്ങൾക്കുള്ളത് ആകുന്നു. നമുക്ക് ഇന്ന് സുവിശേഷമൊക്കെ പ്രസംഗിക്കുന്നവർ പോലും ലൂക്കായുടെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിൽ 38 പറയുന്നുണ്ട്, കൊട നിനക്ക് നൽകപ്പെടും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഗിഫ്റ്റ്സ് വിൽ ബി ഗിവൺ എന്നാണ്. കൊടുത്താൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും ധാരാളം കിട്ടുമെന്നാണ്. കൂടുതൽ പണം ഉണ്ടാക്കുന്നതല്ല. ഇന്ന് സുഭിക്ഷതയുടെ പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്നവര് അവർ പറയുന്നതാണ്, 10 രൂപ കൊടുത്താൽ 100 രൂപ കർത്താവ് തരും, 100 രൂപ കൊടുത്താൽ കർത്താവ് 1000 തരും. അപ്പൊ ഭൗമികമായിട്ട് വീണ്ടും കിട്ടും കൊടുത്താൽ എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ പോലും ആ വചനം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്.
ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കൂ. ഗിവ് ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, കൃപകൾ, ആത്മീയ കൃപകൾ, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നൽകപ്പെടുമെന്നാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും യേശുവിന്റെ സന്നിധിയിൽ അർപ്പിച്ച് ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.